അപ്പോൾ ഹലോ ഗൈസ്, പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളല്ല നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നത്തിങ് 3യെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു ടോക്ക് ആയിരിക്കും. അത് ആക്ച്വലി ഫ്ലാഗ്ഷിപ്പ് ആണോ എന്നുള്ള കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമയമൊന്നും കളയാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹലോ ഗൈസ്, എൻ്റെ പേര് കശ്യപ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്കറിയാം, പണ്ട് തൊട്ട് നമ്മൾ കാണുന്ന കുറച്ച് ചേഞ്ചസ്, പക്ഷേ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലാത്തൊരു കുറച്ച് കമ്പനീസാണ് ആപ്പിള്, സാംസങ്. ചേഞ്ചസ് ഉണ്ട്, ബട്ട് നമ്മളിപ്പോൾ ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുമെങ്കിൽ ജസ്റ്റ് അതേ ക്യാമറ പ്ലേസ്മെൻറ്റ്, സെയിം ക്യാമറ, ഐഫോൺ ആണെങ്കിൽ അങ്ങും ഇങ്ങും ജസ്റ്റ് ഒന്ന് മാറ്റത്ത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ചേഞ്ചസും ഇല്ലാത്തൊരു വേൾഡിലേക്ക് ചേഞ്ചസ് കൊണ്ടുവന്നൊരു ബ്രാൻഡാണ് നത്തിങ്. ഓരോ മോഡൽ വരുമ്പോഴും അവർക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ്, പുതിയതായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആ ഫോണിൽ കൊണ്ടുവരാൻ ശ്രമിച്ചൊരു നല്ല ബ്രാൻഡാണ് നത്തിങ്. നത്തിങ്ങിനെ പറ്റി ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എല്ലാ ഫോൺസും ഒരേ സ്കീം ഫോക്കസ് ചെയ്ത് വരുമ്പോഴേ നത്തിങ് മാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇത് ആണ് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക്, മൊബൈൽ ഫോൺ ഇൻഡസ്ട്രിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ബ്രാൻഡാണ് നത്തിങ്. നത്തിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ പ്രത്യേകിച്ച് നെഗറ്റീവ് പറയാനായിട്ടൊന്നുമല്ല, ബട്ട് ഈ ഒരു ഫോൺ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയ നത്തിങ് ഫോൺ 3യെ പറ്റി പറയുവാണെങ്കിൽ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പുതുതായിട്ട് ഇറക്കിയ നത്തിങ്ങിനെ പറ്റി പറയുന്നത് നമുക്കറിയാം, അത് $799 അല്ലെങ്കിൽ 70,000-നും 80,000-നും ഇടയിൽ പ്രൈസ് റേഞ്ച് വരുന്ന ഒരു ഫോണായിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡ് മൊത്തത്തിൽ ഈ നത്തിങ് ഫോൺ 3 ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം ആക്ച്വലി അത് 80,000 അല്ലെങ്കിൽ 70,000 രൂപയുടെ ഇടയ്ക്ക് നിൽക്കുന്ന പ്രൈസ് റേഞ്ചിൻ്റെ അത്ര ഫീച്ചേഴ്സ് നത്തിങ് ഫോൺ തരുന്നുണ്ടോ? ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്, ബട്ട് അത്രയും 80,000 രൂപ അല്ലെങ്കിൽ 70,000 രൂപയുടെ ഒരു ഫീച്ചേഴ്സ് നമുക്ക് ആക്ച്വലി നത്തിങ് ഫോണിൽ കിട്ടുന്നില്ല. നമുക്കത് നോക്കാം എന്തൊക്കെയാണ് ചേഞ്ചസ് ആ ഫോണിൽ വരുത്തിയേക്കുന്ന ചേഞ്ചസ്. അപ്പം നത്തിങ് ആക്ച്വലി അവരുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ലോകത്തിൽ മൊത്തത്തിൽ ലോഞ്ച് ചെയ്തേക്കുന്നത് നത്തിങ് ഫോൺ 3 എന്ന് പറയുന്നത് അവരുടെ ഫസ്റ്റ് അല്ലെങ്കിൽ നത്തിങ് സീരീസിലെ തന്നെ ഫസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് വേരിയൻ്റ് എന്ന് പറയുന്ന ട്രൂ ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്നൊരു പേര് യൂസ് ചെയ്താണ് അവർ ആക്ച്വലി നത്തിങ് ഫോൺ ലോഞ്ച് ചെയ്തേക്കുന്നത്. ബട്ട് ആ ഒരു ട്രൂ ഫ്ലാഗ്ഷിപ്പ് എന്നൊരു പേര് ആ നത്തിങ് ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അവർ ശരിക്കും കോസ്റ്റ് കട്ടും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഫോണിൽ. നമ്മളൊരു നാച്ചുറൽ ഒരു കോമൺ ആയിട്ടുള്ള യൂസർ, എന്നെ പോലെയോ നിങ്ങളെ പോലെ ഒരു നാച്ചുറൽ അല്ലെങ്കിൽ കോമൺ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാൾക്കത് തിരിച്ചറിയാൻ പറ്റത്തില്ല. ബട്ട് ഒരു ടെക്ക് മാത്രം നോക്കി ടെക്ക് എന്തൂസിയാസ്റ്റ് പോലുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ചേഞ്ച് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന പ്രൊസസ്സർ, സാധാരണ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ ഫോൺസും നമുക്ക് നോക്കി അറിയാം, സാംസങ്, OnePlus, അങ്ങനെ എല്ലാ ഏത് ഫോൺസ് ആയാലും ആപ്പിളൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും നല്ല പ്രൊസസ്സർ പെർഫോമൻസും എല്ലാം തരുന്നുണ്ട്. ബട്ട് ഈ ഒരു ഫോൺസിൽ യൂസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 8s Gen 4 ആണ് യൂസ് ചെയ്തേക്കുന്നത്. ബട്ട് ഇതേ പ്രൈസ് റേഞ്ച് വരുന്ന സാംസങ് ആയിക്കോട്ടെ, പിക്സൽ ആയിക്കോട്ടെ, ബാക്കി എല്ലാ ഫോണും യൂസ് ചെയ്തേക്കുന്നത് സ്നാപ്ഡ്രാഗൺ 8 Elite ആണ്. അതൊരു വലിയൊരു ഡിഫറൻസ് ആണ്. ബട്ട് നമ്മൾ നോർമൽ യൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ബട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഹെവി ടാസ്കോ ഗെയിമോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും ഈ ഒരു പ്രൊസസ്സറിലുള്ള ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതിലുള്ള ചേഞ്ചസ് എന്ന് പറയുമ്പോൾ 5100 ഒക്കെ ഉള്ളൊരു 5100 5100 സംതിങ് മില്ലിയാമ്പർ ബാറ്ററിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ബേസ്ലി സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് അതിൽ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അതൊക്കെ നല്ല കാര്യമാണ്. ബാറ്ററി കുറച്ച് സ്പെക്ക്, അലൂമിനിയം ഫ്രെയിം, വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ഈ സിം, ഡ്യുവൽ സിം സ്ലോട്ട്, ഹെഡ്ഫോൺ ജാക്ക് ഇല്ല, ഓക്കെ, സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ നമുക്കൊരു മാസീവ് ആയിട്ടുള്ളൊരു OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിലും ഒരു ചേഞ്ച് ഉണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ബട്ട് അതിൽ യൂസ് ചെയ്തേക്കുന്നത് LTPS ഡിസ്പ്ലേ. നാച്ചുറലി എല്ലാ ഫോൺസിലും ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന എല്ലാ ഫോണും യൂസ് ചെയ്യുന്ന LTPO ഡിസ്പ്ലേ. LTPO ഡിസ്പ്ലേ എന്ന് വെച്ചാൽ 1 ഹെഡ്സ് തൊട്ട് 120 ഹെഡ്സ് അല്ലെങ്കിൽ ആ ഫോൺ പ്രൊവൈഡ് ചെയ്യുന്ന മാക്സിമം ഹെഡ്സ് വരെ ഒരു സ്മൂത്ത് ഷിഫ്റ്റ് നമുക്കത് മനസ്സിലാവാൻ പറ്റില്ല. ഇപ്പം യൂസ് ചെയ്യാതിരിക്കുമ്പോൾ 1 ഹെഡ്സിലും യൂസ് ചെയ്യുമ്പോൾ 120 ഹെഡ്സിലും ഷിഫ്റ്റ് ചെയ്യും. അത് ബാറ്ററി എഫിഷ്യൻസി കൂട്ടാൻ സഹായിക്കുന്നു. ബട്ട് ഈ ഫോൺ യൂസ് ചെയ്തേക്കുന്ന LTPO ഡിസ്പ്ലേ എന്ന് വെച്ചാൽ തുടങ്ങുന്നത് 30 ഹെഡ്സ് തൊട്ട് 120 ആ ഒരു വേരിയൻസിലായിരിക്കും കടന്ന് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു പവർ എഫിഷ്യൻസി അത്രയും നമുക്ക് കൊണ്ട് എഫിഷ്യൻ്റ് ആയിട്ട് ബാറ്ററി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്താണ് അതിൻ്റെ ക്യാമറയൊക്കെ 50 MB 3 നമുക്ക് ടെലിഫോട്ടോ, വൈഡ്, മെയിൻ ക്യാമറ, അങ്ങനെ 50 MB 3 ക്യാമറ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ആക്ച്വലി നത്തിങ് ഫോൺ 3 എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ഒരു ട്രൂ ഫ്ലാഗ്ഷിപ്പ് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത്ര ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ ഒരു ഫോൺ അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇത് മേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം പറഞ്ഞാൽ നമുക്കൊരു 40,000 50,000 രൂപയ്ക്ക് തന്നെ ഇതിലും നല്ല ഫോണ്
8 എലീറ്റ്, സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് വരുന്ന ഫോൺസ് ഉണ്ട്. അതുപോലെ തന്നെ മറിച്ച് നമുക്ക് 80,000 രൂപ കൊടുത്ത് മേടിക്കാനാണ് താല്പര്യമുണ്ട്, ഇത് മേടിക്കാൻ പോകേണ്ട ഒരു ആവശ്യമില്ല. ഇതിലും നല്ല ഫോൺ നമുക്ക് വേറെ കിട്ടുന്നുണ്ട്. സാംസങ്, ആപ്പിൾ ഒക്കെ S25 5G വരുന്നുണ്ട്. പിന്നെ 16+ അങ്ങനത്തെ വേരിയൻ്റ് ഒക്കെ നല്ല ടോപ്പ് നോച്ച് വേരിയൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് 80,000 രൂപയ്ക്കൊക്കെ. അപ്പം ബാക്കിയുള്ള നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഫോൺ മേടിക്കാം. ഒരു യൂസർ എന്ന നിലയ്ക്ക് ഇത് മാക്സിമം മേടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. മേടിക്കാതിരിക്കുന്നതായിരിക്കും നല്ല. ഇച്ചിരി മേടിച്ച് കാശ് കളയണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഫോൺ 1 ഫോൺ 2 വെച്ച് നോക്കുകയാണെങ്കിൽ ഫോൺ 3 ഒരു ലേശം ഡൗൺഗ്രേഡ് ആയി പോയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ബാക്കിയെല്ലാം ഓക്കെയാണ്, ഫീച്ചേഴ്സും സ്പെക്സും എല്ലാം ഓക്കെയാണ്. ബട്ട് പ്രൈസ് റേഞ്ച് ഇതൊരു ഇച്ചിരി കൂടെ ഒരു ലോ പ്രൈസിൽ കൊടുക്കുവാണെങ്കിൽ ഓക്കെ. ബട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണ് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഇട്ട് നെക്സ്റ്റ് ടൈം ബൈ.